വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു തക്കാളിക്കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ ദോശയുടെയോ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. 5 പേർക്കുള്ള സെർവിംഗ് മെഷർമെൻ്റ് ആണ് കാണിക്കുന്നത്. തക്കാളിക്കറിക്ക് വേണ്ടി 3 മീഡിയം സൈസ് പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ഒരുപാട് വലുതാകുകയും ഒരുപാട് ചെറുതാകുകയും ചെയ്യാതെ ഒരു ഇടത്തരം വലുപ്പത്തിൽ വേണം മുറിക്കാൻ. കൂടെ ഒരു മീഡിയം സൈസ് സവോളയും ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചിട്ടുണ്ട്. ഇനി 2 പച്ചമുളകും 2 കഷ്ണം വെളുത്തുള്ളിയും കൂടെ മുറിച്ചെടുക്കണം. ഇതിനുശേഷം ഒരു മൺചട്ടിയിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇടണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും തക്കാളി മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇളക്കി മൂടി വേവിക്കാൻ വെക്കണം. മൺചട്ടിയിൽ വേവിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. എന്നാൽ മറ്റ് പാത്രങ്ങളിലും ഉണ്ടാക്കാവുന്നതാണ്. തക്കാളി വേകുന്ന സമയത്ത് കറിക്ക് വേണ്ട അരപ്പ് ഉണ്ടാക്കി വെക്കാം. അതിനായി 2 കൈപ്പിടി തേങ്ങ ചിരവിയതും 1 പിടി ഉണക്കക്കാന്താരിയും, ഉണക്കക്കാന്താരി ഇല്ലെങ്കിൽ പച്ചക്കാന്താരിയോ പച്ചമുളകോ ഉപയോഗിക്കാം. കൂടാതെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ചെറിയ കഷ്ണം സബോളയും ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് തക്കാളി വെന്ത് വെള്ളം കുറുകി വരും. ഇനി അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. കൂടെ 1/2 ഗ്ലാസ് ചൂടുവെള്ളവും ഒഴിക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉള്ളത് ചേർക്കാം. തേങ്ങ അരച്ച അരപ്പ് കറിയിലിട്ടാൽ കറി തിളയ്ക്കാൻ പാടില്ല. അരപ്പ് തിളച്ച് വരുന്നതിന് മുന്നേ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. മൺചട്ടി ആയതുകൊണ്ട് ചട്ടിയുടെ ചൂട് കൊണ്ട് അരപ്പ് തിളയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് കൂടി ഇളക്കി കൊടുക്കണം. ഇനി കറിക്ക് വേണ്ട താളിപ്പുണ്ടാക്കാം. അതിനായി പാൻ അടുപ്പിൽ വെച്ച് 2 അല്ലെങ്കിൽ 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കടുക് പൊട്ടിയാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇടണം. ഇനി എണ്ണയിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് ഈ താളിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. താളിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചട്ടി മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ ഇളക്കാവൂ. 5 മിനിറ്റ് കഴിഞ്ഞ് ഇളക്കിയെടുത്താൽ കറി റെഡിയായി. തക്കാളിക്കറി നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.